ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പുണ്യനബിയുടെ ഈ ഒരു മുന്നേറ്റം കാണുമ്പോൾ ഇത് എവിടം വരെ എത്തും എന്നവർ ആശങ്കയോടുകൂടെ കാണുകയാണ്. ബദർ കഴിഞ്ഞു, ഉഹദ് കഴിഞ്ഞു, ഖന്തക്കും കഴിഞ്ഞു. അദ്ദേഹം ഖുറൈശികളൊക്കെ വിളിച്ചിട്ട് പറയാൻ, ഖുറൈശികളെ, മുഹമ്മദ് നബി തങ്ങളുടെ ഈ മുന്നേറ്റം മുന്നോട്ട് പോവുകയാണ്, ഇറസിസ്റ്റബിൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, മുന്നേറ്റം മുന്നോട്ട് തന്നെയാണ്, നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരഭിപ്രായമുണ്ട്, എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വിളിച്ചു ചേർത്തതാണ് എന്ന് പറയുമ്പോൾ, അറബികളിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. അറബ് ലോകത്ത് ഇസ്ലാമിലേക്ക് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ അറിയപ്പെടുക, ദാഹിയത്തുൻ മിൻ ദവാഹിൽ അറബ്, അറബികളിലെ ഏറ്റവും വലിയ ബുദ്ധിമാനിയായ ബുദ്ധിരാക്ഷസൻ എന്നൊക്കെ പറയാവുന്ന ഒരാളായിരുന്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കും. അവർ ചോദിച്ചു, അംർ ഇബ്നുൽ ആസ് തങ്ങളെ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒക്കെ മുശ്രിക്കീങ്ങളൊപ്പമുള്ളത്. റഅയ്തു അന്നൽ ഹഖ് ബിൻ നജാഷി, ഞാൻ ആലോചിക്കുന്നത് മദീനയുടെ ഈ വളർച്ചയെങ്ങാനും പരിപൂർണമായി മദീനയും മക്കയും മുഹമ്മദ് നബി തങ്ങളുടെ കൈകളിൽ വരികയും നമ്മൾ അവരുടെ കീഴിൽ ആരുമല്ലാതായി ജീവിക്കുന്നതിനേക്കാളും എത്രയും നല്ലത് കടലുകടന്ന് ആഫ്രിക്കയിലേക്ക്, എത്യോപ്യയിലേക്ക് കടന്നു ചെന്ന് നജാഷി രാജാവിൻ്റെ അനുയായികളായി അവരുടെ തണലിൽ ജീവിച്ച് മരിക്കലാണ്. അതല്ലേ നമ്മുടെ അഭിമാനം. അങ്ങനെ എങ്ങാനും ഇസ്ലാമിൻ്റെ പിടുത്തവും ഇസ്ലാമിൻ്റെ മുന്നേറ്റവും അന്നും അങ്ങ് മങ്ങിപ്പോവുകയും മുഹമ്മദ് നബി തങ്ങളും അനുയായികളും പിന്മാറുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മക്കയിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ നാടാണല്ലോ, ആ നാട്ടുകാർക്ക് നമ്മൾ അറിയുമല്ലോ. അതുകൊണ്ട് ഇനി മുതൽ ഇവിടെ നിൽക്കേണ്ട, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം. ഖന്തക്ക് എത്തിയപ്പോഴേക്കും അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു സന്ദർഭം, ഒരു സംഭവം നടന്നത്, മക്കാ വിജയം നടക്കുമ്പോൾ, മക്കാ വിജയത്തിൻ്റെ മുമ്പ് തൊട്ട് തലേ വർഷം ഉംറത്തുൽ ഖളാ ആയി പോയ ഉംറ നിർവഹിക്കാൻ വേണ്ടി പുണ്യനിബിതങ്ങളും സ്വഹാബിമാരും മക്കയിലേക്ക് മദീനയിൽ നിന്ന് യാത്ര ചെയ്തു വന്ന ഹിജ്റ 7-ാം വർഷത്തെ ആ ഒരു കാലഘട്ടം. തങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും, നാട്ടിൽ നിന്ന് നാടുവിടും. ഇപ്പോൾ ചില നാട്ടിലൊക്കെ ഉണ്ടാവും, ചില കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിൽ കൂടണ്ടെന്ന് വിചാരിച്ച ആൾക്കാരമ്മ മംഗലത്തേക്ക് പോയി കളയും. ഞാൻ നാട്ടിൽ തന്നെ ഇല്ലല്ലോ, പിന്നെ പ്രശ്നമില്ലല്ലോ. ആ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് നാട് വിട്ടു പോവുക, ഞാൻ നാട്ടിലില്ലല്ലോ, കല്യാണത്തിന് കൂടണ്ട എന്നുദ്ദേശിക്കുന്നവർ ചെയ്യുന്ന പോലെ 2 പ്രമാണിമാർ പുണ്യനബി തങ്ങൾ മക്കയിലേക്ക് വരുന്നുണ്ട്. ആകെ 4 ദിവസമേ ഉണ്ടാവുള്ളൂ. അത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് നാട് വിട്ടുപോയി. ഞങ്ങൾ നിൽക്കുന്നില്ല മക്കയിൽ. അങ്ങനെ ചെയ്ത 2 ആളുകൾ, ഒന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിമല്ല. മറ്റൊരാളാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. 2 ആളൊന്നും മുസ്ലിം ആയിട്ടില്ല. പക്ഷേ മക്കയിൽ നബി തങ്ങൾ വന്ന് ഉംറ ചെയ്തു പോകുന്നത് കാണാൻ സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു നാട് വിട്ടു, കാണണ്ടെന്ന് തീരുമാനിച്ചു. ഒന്നുമില്ല, സ്വഹാബികളും നബിതങ്ങളും സ്വഹാബികളും വന്ന് അവിടെ കഅബം തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് അവർ ഉംറ നിർവഹിച്ചു പോകും, അത്രയേ ഉള്ളൂ. അവരവരുടെ വീട്ടിലായിരിക്കും. ഇവരോടൊന്നും ഒരു യുദ്ധത്തിനോ കലഹത്തിനോ ഒന്നും പുണ്യനബി പോകൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും ഇതൊക്കെ ഒന്ന് കാണുക എന്ന് പറയുമ്പോൾ ഉള്ളിലെ ദേഷ്യം സഹിക്കുന്നില്ല. അങ്ങനെ അവർ നാട് വിട്ടു. ഹബീബായ നബി തങ്ങൾ മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ ഖാലിദ് ബിൻ വലീദ് എന്നവരുടെ സഹോദരനുണ്ട്, വലീദ് ബിൻ വലീദ്. വലീദിനോട് ചോദിച്ചു, വാപ്പയുടെ പേരും വലീദ, മോൻ്റെ പേരും വലീദ, ഖാലിദ് എന്നവരുടെ അനുജനാണ്. വലീദേ ഐന ഖാലിദ്, ഖാലിദ് എവിടെ എന്ന് ചോദിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അനുജൻ പറഞ്ഞു, നബിയെ, ചോദിച്ചത് കൊണ്ട് ഞാൻ സത്യം പറയാം, നിങ്ങളുടെ മുഖം കാണണ്ടെന്ന് വിചാരിച്ചു ഇവിടുന്ന് തടി തപ്പിയതാ. ആളെ മക്കാരനാണ്. പക്ഷെ നബി മക്കയിലേക്ക് വരുന്ന 4 ദിവസം തങ്ങളവിടെ ഉണ്ടാവുമല്ലോ, അത് കാണാൻ വയ്യ. അസൂയ, പക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നബിയെ അങ്ങ് പോയ ആൾ തിരിച്ചു വരും. തങ്ങളിങ്ങനെ പുഞ്ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അസൂയും പകയൊക്കെ
വളരെ ചെറിയ മനസ്സുകളുടെ സ്വഭാവമാണ്. വിശാലമായ മനസ്സുള്ളവർക്ക് അതൊന്നും തോന്നുപോലുമില്ല. നബി ഞങ്ങളൊരു കാര്യം പറഞ്ഞു, വലീദേ, നിന്റെ സഹോദരൻ ഖാലിദ്, ഞാൻ ഓർക്കുകയാണ്, ചിന്തിക്കുകയാണ്, അയാളെപ്പോലത്തെ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ, ഹൗ ഡസ് ഹി ലെറ്റ്സ് ഇസ്ലാം ഓവർടേക്ക് ഹിം, എങ്ങനെ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ ദീൻ, ഇത്ര ബുദ്ധിയുള്ള ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന ഖാലിദ് ബിൻ വലീദ് എന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ്, നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യനല്ലേ അയാൾ, ആ മനുഷ്യന് ഇസ്ലാം കിട്ടാതെ പോകുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഇയാൾക്ക് എന്താ ഇസ്ലാം മനസ്സിലാക്കാൻ എത്ര പ്രയാസം? ഇതൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് കിട്ടിയില്ല എന്ന് വരാം. പക്ഷെ ഖാലിദിനെങ്ങനെ ഇസ്ലാം കിട്ടാതെ പോകുന്നു, എനിക്ക് അത്ഭുതമുണ്ട്. പിന്നെ തങ്ങൾ പറഞ്ഞു, ഖാലിദെങ്ങാനും വരികയാണെങ്കിൽ വല ഇൻ അഥാന ലനുക്രിമന്ന, ഖാലിദെങ്ങാനും എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഖാലിദിനെ ഞാൻ ആദരിക്കും, ഞാൻ ബഹുമാനിക്കും. ഇത് നബി തങ്ങൾ പറയുമ്പോഴും ഖാലിദ് റളിയല്ലാഹുവിന് കുഫറിലാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദഅവത്തിൻ്റെ രീതി നോക്കണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾ കാഫിറാണ്, പക്ഷെ അള്ളാഹുവിൻ്റെ അസലിയായ തീരുമാനത്തിൽ റബ്ബിനറിയാം മുസ്ലിമായിട്ട് വരുന്നു. തങ്ങളിത് പറഞ്ഞു, പക്ഷേ ഖാലിദ് എന്നവരോട് പറയണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അനുജനോട് കാര്യം പറഞ്ഞ് തിരിച്ചു പോന്നു, ഉംറയൊക്കെ കഴിഞ്ഞ് അങ്ങ് തിരിച്ചു പോന്നു. അനുജൻ പറഞ്ഞു ഖാലിദിനോട്, കാക്ക നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? അള്ളാഹിൻ്റെ റസൂല് നാട്ടിൽ വരുമ്പോൾ തടി തപ്പുക, ആ ഹബീബിനൊന്ന് കാണാൻ അവിടെ നിൽക്കല്ലേ വേണ്ടത്? എന്നിട്ട് നബി തങ്ങളോ നിങ്ങളെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ഇസ്ലാം അന്യമായി പോവുകയോ? നിങ്ങളെങ്ങാനും ഹബീബിൻ്റെ അടുത്തേക്ക് വന്നാൽ പുണ്യനബി നിങ്ങളെ ആദരവ് ചാർത്തി സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഖാലിദ് റളിയല്ലാഹുവിൻ്റെ മനസ്സിനുള്ളിൽ ഒരു ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ഇസ്ലാം, മുസ്ലിം ആവണമെന്ന് ആഗ്രഹം തോന്നുന്നു. ഹബീബിൻ്റെ മുമ്പിലേക്ക് വരാനുള്ള പ്രചോദനമുണ്ടാകുന്നത് ഈ വഴിയിലാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവും ഈ പറയുന്ന അംറു ബിൻ ആസ് തങ്ങളും രണ്ടുപേരും ഒരുമിച്ചാണ് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ഷഹാദത്ത് ചൊല്ലുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വലിയ സംഭവമായിരുന്നു. അപ്പോൾ അംറു ബിൻ ആസ് എന്നവർ പറയാൻ, ഖന്തഖ് യുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് നജാഷി രാജാവിൻ്റെ നാട്ടിലേക്ക് പോകാം. അവിടെയാണ് ഹബീബിൻ്റെ സ്വഹാബിമാരായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഹബീബിൻ്റെ ഭാര്യയായിരുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, 80ഓളം വിരൽ എണ്ണാവുന്ന ആളുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റക്ക് മുമ്പ് ഹബിഷയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ സമയമാണത്. അവിടെ മുസ്ലിമീങ്ങളുണ്ട്. ആ സമയത്താണ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിമല്ലല്ലോ, നമുക്കും നജാഷി രാജാവിൻ്റെ നാട്ടിലേക്ക് പോകാം, അവിടെ ചെന്ന് താമസിക്കാം. മദീന എങ്ങാനും മക്കയെ ഭരിക്കുകയാണെങ്കിൽ, ഇസ്ലാം മക്കയിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അപമാനം കൊണ്ട് കണ്ടു നിൽക്കാനും കഴിയില്ല. എന്നവർ മക്കയിൽ നിന്ന് കടൽ കടന്ന് ആഫ്രിക്കയിലേക്ക് യാത്രയായി. ഹിജ്റ നടന്നതിന് ശേഷമാണിതൊക്കെ. അപ്പോഴേക്കും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജാവിൻ്റെ മുമ്പിലേക്ക് ഹബീബിന്റെ ഒരു സ്വഹാബിയെ പറഞ്ഞയച്ചിട്ടുണ്ട്. അംറു ഇബ്നു ഉമയ്യത്തുൽ ളംരി റളിയല്ലാഹു അൻഹു. അംറു ഇബ്നു ഉമയ്യത്തുൽ ളംരി, ജഅഫർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ നജാഷി രാജാവിന്റെ മുമ്പിൽ ജീവിക്കുമ്പോൾ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് അയച്ചിരുന്ന സ്വഹാബിയാണ് അംറു ഇബ്നു ഉമയ്യ അൽ ളംരി റളിയല്ലാഹു അൻഹു. അപ്പോൾ രാജാവിന്റെ മുമ്പിലേക്ക് ഇയാൾ കയറി ചെല്ലുമ്പോൾ അംറു ഇബ്നു ഉമയ്യത്തുൽ ളംരി എന്ന നബിതങ്ങളുടെ ദൂതനുണ്ട്. റസൂലില്ലാഹ്, നബിതങ്ങളുടെ റസൂലുള്ളാഹി തങ്ങളുടെ ദൂതൻ, തങ്ങളുടെ റസൂല് അംറു ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു അൽ ളംരി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവരൊക്കെ ഒരു നാട്ടുകാരാണ്. അംറു ബിൻ ആസ് എന്നവർക്ക് മനസ്സിലങ്ങനെ പക കയറി, ദേഷ്യം പതച്ചു കയറി. കൂടുതൽ ആൾക്കാരോട് പറഞ്ഞു, പിന്നെ ഞാൻ രാജാവിനോട് ചോദിക്കും, ഈ എത്യോപ്യയിൽ വെച്ച് അംറു ഇബ്നു ഉമയ്യത്തിനെ എനിക്ക് വിട്ടുതരികയാണെങ്കിൽ ഞാൻ അയാളുടെ തല വെട്ടും. എന്തിനെന്നറിയോ? ഉഹദിലും ഖന്തഖിലും
ബദറിലും നമുക്ക് സംഭവിച്ച നഷ്ടങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതികാരം ഞാൻ ചെയ്തു എന്ന് എനിക്ക് സമാധാനിക്കാൻ. പുണ്യനബിയുടെ ദൂതനായ അംർ ഇബ്നു ഉമയ്യയെ നജാഷി രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ഞാൻ കൊല്ലും. കാരണം എൻ്റെ കൂട്ടുകാരനാണ് രാജാവ്, നജാഷി രാജാവ്. ഇയാൾക്കറിയില്ല നജാഷി രാജാവ് മുസ്ലിം ആവാൻ പോവുകയാണ് എന്ന്. മർഹബൻ ബിസ്വദീഖി, എൻ്റെ കൂട്ടുകാരന് സ്വാഗതം എന്ന് പറഞ്ഞ് നജാഷി രാജാവ് അംർ ഇബ്നുൽ ആസ് എന്നവരെ സ്വീകരിച്ചു. അംർ ഇബ്നുൽ ആസ് എന്നവർ ചോദിച്ചു, എന്താണ് മിൻ ബിലാദിക, നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്താണ് എനിക്ക് കൊണ്ടുവന്നത്? പറഞ്ഞു, ഞാനിതാ ഒരുപാട് മൃഗങ്ങളുടെ തോലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. മൃഗത്തിൻ്റെ തോല് ഉപയോഗിച്ചവർ പലതും അവിടെ ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് അംർ ഇബ്നുൽ ആസ് എന്നവർ പറയാ നജാഷി രാജാവിനോട്, അദ്ദേഹം സ്വഹാബിയല്ല, നജാഷി രാജാവ് പക്ഷേ താബിഈങ്ങളിൽ എണ്ണപ്പെടുന്ന ആളാണ്. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ നബി തങ്ങളെ കണ്ടില്ല, തങ്ങളുടെ സദസ്സിലെത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹം വഫാത്തായപ്പോഴാണ് നജാഷി രാജാവിൻ്റെ അഭാവത്തിൽ ഗൈബായി നബി തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചത്. ഈ നജാഷി രാജാവ് മരണപ്പെട്ടപ്പോഴാണ് മദീനയിൽ വെച്ച്. അതാണ് മയ്യത്ത് മുമ്പിലില്ലാതെയും മരിച്ചുപോയൊരു മയ്യത്തിന് ഗായിബായി മയ്യത്ത് നിസ്കാരം സുന്നത്താവുന്നതും നബി തങ്ങളുടെ ചര്യയാവുന്നതും നജാഷി രാജാവിന് തങ്ങൾ നിസ്കരിച്ച നിസ്കാരം കൊണ്ടാണ്. അപ്പം അദ്ദേഹം മുസ്ലിമാണ്, താബിഈയാണ്. അയ്യുഹൽ മലിക് റഅയ്തു റജുലൻ ഖറജ മിൻ ഇൻദിക വഹുവ റസൂലു റജുലിൻ അദുവ്വിൻ ലനാ. നജാഷി രാജാവേ, നിങ്ങളുടെ കൊട്ടാരത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയ ഒരു മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന ഒരു പ്രവാചകൻ എന്ന് പറയുന്ന ആളിൻ്റെ ദൂതനാണെന്ന് നിങ്ങൾക്കറിയുമോ? അഅ്തുനീഹി ലിയഖ്തുല, ആ മനുഷ്യനെ എനിക്കൊന്ന് കൊല്ലണം, നിങ്ങൾ എനിക്കൊന്ന് വിട്ടുതരുമോ? അംർ ഇബ്നു ഉമയ്യത്തുൽ നംരിയെ ഒന്ന് വിട്ടുതരുമോ? രാജാവിനോട് അദ്ദേഹം സധൈര്യം ചോദിച്ചു. ഫഇന്നഹു ഖദ് അസ്വാബ മിൻ അശ്റാഫിനാ വഖിയാരിനാ, ഞങ്ങളിലെ പ്രമാണിമാരായ ആളുകളെ മുഴുവനും അവർ വകവരുത്തി കഴിഞ്ഞു. എനിക്ക് ഇയാളെ വിട്ടുതരുമോ? എനിക്ക് പ്രതികാരം ചോദിക്കണം. ഇതങ്ങ് പറഞ്ഞപ്പോ ഫഗളിബ്, നജാഷി രാജാവ് അങ്ങോട്ട് ദേഷ്യപ്പെട്ടു എന്ന് മാത്രമല്ല, അംർ ഇബ്നുൽ ആസ് എന്നവരുടെ മൂക്കിനൊരു അടിയടിച്ചു. നിങ്ങളവരുടെ മൂക്ക് പൊട്ടിച്ചാടി എന്ന് ഞാൻ വിചാരിച്ചു. അത്രക്ക് വേദനയിൽ രാജാവ് എന്നെ അടിച്ചു. എന്നിട്ട് എന്നോട് രാജാവ് ചോദിച്ചു, അതസ്അലുനി അൻ ഉഅ്തിയക റസൂല റജുലിൻ യഅതീഹി നാമൂസുൽ അക്ബർ അല്ലദീ കാന യഅതി മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വരാറുണ്ടായിരുന്ന മഹാനായ അല്ലാഹുവിന്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന ഒരു മഹാമനുഷ്യന്റെ ഒരു ദൂതനെ കൊല്ലാൻ വേണ്ടി ചോദിക്കുകയാണോ അംർ ഇബ്നുൽ ആസ് നിങ്ങൾ ചെയ്യുന്നത്? മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നജാഷി രാജാവിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഈ രാജാവിന്റെ മുമ്പിൽ അഭയം തേടിയ സമയം രാജാവിന് സമ്മാനങ്ങൾ കൊടുത്തവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു പരിശ്രമം നടന്നപ്പോ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് രാജാവിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. രാജാവിനോട് അവർ എന്തൊക്കെ പറഞ്ഞു. രാജാവേ, നിങ്ങളുടെ ആരാധ്യനായ ഈസാ നബിയെ, യേശുക്രിസ്തുവിനെ പ്രവാചകനാണ് എന്ന് പറയുന്നവരാണിവർ. രാജാവ് പറഞ്ഞു, അങ്ങനെയാണോ? ജഅഫർ എന്നവരെ വിളിച്ചിട്ട് പറഞ്ഞു, മറിയം ബീവിയെ കുറിച്ച്, ഈസാ നബിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളോട് പഠിപ്പിച്ചു തരുന്നത്? അപ്പോഴാണ് ജഅഫർ തങ്ങൾ പറയുന്നത്, രാജാവേ, ഞങ്ങളുടെ റസൂൽ പഠിപ്പിച്ചതേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ. പ്രവാചകർക്ക് അല്ലാഹു ഇറക്കിക്കൊടുത്ത വിശുദ്ധമായ വചനങ്ങൾ ഞാനൊന്ന് ഓതിത്തരട്ടെയോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസ നബിയെ ഗർഭം ചുമന്ന ചരിത്രമാണ് സൂറത്ത് മറിയമിൽ പറയുന്നത്. മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം കന്യകയായിരുന്ന മറിയം ബീവിയുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യരൂപത്തിൽ വന്നതാണ് ചരിത്രം. മറിയമേ, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന് അല്ലാഹു അറിയിക്കുന്നു. ഒരു പുരുഷൻ പോലും സ്പർശിക്കുകയോ തൊടുകയോ ചെയ്യാത്ത എനിക്കെങ്ങനെയാണ് മക്കളുണ്ടാകുന്നത്? ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. അങ്ങനെ ഒരു സബബില്ലാതെ പോലും ഒരു മുസബ്ബബ് ഉണ്ടാക്കാൻ അല്ലാഹുവിന് കഴിയും. وَلِنَجْعَلَهُ آيَةً لِلنَّاسِ وَرَحْمَةً مِنَّا. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്, പടച്ചതമ്പുരാന്റെ ഒരു കാരുണ്യമാണ്. فَأَجَاءَهَا الْمَخَاضُ إِلَى جِذْعِ النَّخْلَةِ قَالَ يَا لَيْتَنِي مِتُّ قَبْلَ هَذَا وَكُنْتُ نَسِيًّا مَنْسِيًّا. ആരാരുമില്ലാതെ ആരോപണങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ച മഹദി റളിയല്ലാഹു അൻഹു ഈസ നബിയെ പ്രസവിക്കുന്നതടക്കം വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ തപ്പന അങ്ങ് കുലുക്കാൻ വേണ്ടി പറഞ്ഞതും ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു. രാജാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദ്വിഭാഷി അത് പരിചയപ്പെടുത്തതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു. ആ കുഞ്ഞിനെയും പിടിച്ച്, ശിശുവായ ഈസ നബിയെയും പിടിച്ച്, ഈസ നബി അലൈഹിസ്സലാമിനെയും കയ്യിൽ വെച്ച് മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നു. ഖാലൂ യാ മറിയം ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ. മറിയമേ, വ്യഭിചാരം പോലെയുള്ള ഒരു കുറ്റമല്ലയോ നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത്? യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗ വമാ കാനത് ഉമ്മുകി ബഗിയാ. മറിയമേ, നിങ്ങളുടെ മുൻഗാമികളിൽ കഴിഞ്ഞുപോയ ഹാറൂൻ എന്ന മഹാമനുഷ്യൻ, അതൊന്നുകിൽ മൂസ നബിയുടെ സഹോദരൻ ഹാറൂൻ നബിയായിരിക്കാം, അല്ലെങ്കിൽ ഹാറൂൻ എന്നൊരു പുണ്യപുരുഷൻ. അവരാരും മോശം പ്രവൃത്തികൾ ചെയ്തവരല്ല, അവർ വ്യഭിചരിച്ചവരല്ല. മറിയമേ, നിങ്ങളുടെ ഉമ്മയും അങ്ങനെ ആയിരുന്നില്ലല്ലോ, നിങ്ങൾക്കെങ്ങനെ ഇങ്ങനെ ഒരു കുഞ്ഞു ജനിച്ചു എന്ന് പറഞ്ഞപ്പോ മഹദിയായ മറിയം ബീവി ഫഅശാറത് ഇലൈഹി, ആ കുഞ്ഞിനോട് ചോദിച്ചോളൂ എന്ന് പറയുന്നു. കുഞ്ഞിനോട് ചോദിച്ചോളൂ. ഫഅശാറത് ഇലൈഹി ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യാ. സംസാരപ്രായം എത്തിയിട്ടില്ലാത്ത ഈ കൊച്ചു പൈതലിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കുവാനാണ്? റബിവാൻ സംസാരിച്ചു നോക്കി. മോനെ, ആരാണ് നിന്റെ ഉപ്പയെന്ന് ചോദിച്ചു നോക്ക്. ഈസ നബിയോട് അവർ ചോദിച്ചു. അതിന് മറുപടിയാണ് ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യാ.
ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, ദൈവപുത്രനല്ല. ഞാൻ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, ഞാൻ പടച്ച തമ്പുരാനല്ല. ഞാൻ അല്ലാഹുവിന്റെ ഒരു അബ്ദാണ്. ആചാനിയൽ കിതാബ്, അല്ലാഹു എനിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനീ നബിയ്യാ, എന്നെ പ്രവാചകനായി റബ്ബ് നിശ്ചയിക്കുകയും ചെയ്തു. വജഅലനീ മുബാറകൻ ഐനമാ കുൻത്, ഞാൻ എവിടെയായിരുന്നാലും എനിക്ക് അല്ലാഹു ബറക്കത്ത് നൽകിയിട്ടുണ്ട്. വഔസാനീ ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവനായി അല്ലാഹു എന്നെ മാറ്റിയിട്ടുണ്ട്. വബർറൻ ബിവാലിദതി, എൻ്റെ ഉമ്മയോട് നന്മ ചെയ്യുന്ന മോനാണ് ഞാൻ. വലം യജ്അൽനീ ജബ്ബാറൻ ശഖിയാ, എന്നെ അല്ലാഹു അഹങ്കാരിയോ ധിക്കാരിയോ പരാജിതനോ ആക്കിയിട്ടില്ല. ആ ആയത്തുകൾ അവസാനിക്കുകയാണ് ചരിത്രം. വസ്സലാമു അലയ്യ യൗമ ഉലിദ്, ഞാൻ ജന്മം കൊണ്ട നാളിൽ അല്ലാഹു എനിക്ക് സമാധാനം നൽകിയിരിക്കുന്നു. വയൗമ അമൂത്, ഞാൻ മരണപ്പെടുന്ന നാളിലും. വയൗമ ഉബ്അസു ഹയ്യാ, ഞാൻ പുനരുദ്ധാരണ നാളിൽ വരുന്ന ദിവസവും എൻ്റെ മേൽ അല്ലാഹു സമാധാനം വർഷിച്ചിരിക്കുന്നു എന്ന് ഈസ നബി പറയുന്നതാണ്. സൂറത്ത് മറിയമിലെ 33-ാമത്തെ വചനം. 33 ഈസ നബി അലൈഹിസ്സലാം ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നു പോയ വയസ്സാണത്. ആ 33 വയസ്സാണ് സ്വർഗവാസികൾക്ക് അല്ലാഹു നൽകുന്ന വയസ്സ്. സ്വർഗത്തിൽ ഓരോരുത്തരും 33 വയസ്സും 60 മുഴം നീളവുമുള്ള വളരെ സുന്ദരന്മാരായിരിക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ തൂലി അബീകും ആദം, നിങ്ങളുടെ ഉപ്പയായ ആദം നബിയുടെ നീളത്തിലായിരിക്കും നിങ്ങളെന്ന് പറഞ്ഞപ്പോ വയസ്സ് പറഞ്ഞു 33. അതാരുടെ വയസ്സാ? ഈസാ നബി ആകാശത്തേക്ക് ഉയർന്നു പോയ വയസ്സാ. എന്നിട്ട് ഖുർആൻ ഈ ചരിത്രം അവസാനിപ്പിച്ചിട്ട് ദാലിക ഈസ ഇബ്നു മറിയം, 33-ാമത്തെ ആയത്താണ് ഈ ചരിത്രം അവസാനിക്കേണ്ടത്. എന്നിട്ട് 34-ൽ അല്ലാഹു പറയാ ദാലിക ഈസ ഇബ്നു മറിയം, അവരാണ് ഈസാ ഇബ്നു മറിയം എന്ന് പറയുന്നവര്. ഖൗലൽ ഹഖില്ലദീ ഫീഹി യംതറൂൻ, അവരാരാണ് എന്ന് സംശയങ്ങളുണ്ട് ലോകത്ത്. അത് ദൈവപുത്രനാണോ ദൈവമാണോ? വിശുദ്ധ ഖുർആൻ പറയുന്നു അല്ല, ഒരു പരിശുദ്ധ പ്രവാചകനായിരുന്നു ഈസ നബി അലൈഹിസ്സലാം. 33-ാമത്തെ ആയത്തിലാണ് ഈസ നബിയുടെ ജനനവും മരണവും പുനരുദ്ധാരണവും പറഞ്ഞത്. ആ 33 എന്ന നമ്പറും ഈസ നബി 33-ാമത്തെ വയസ്സെന്ന ഇവിടുന്ന് ആകാശലോകത്തേക്ക് ഉയർന്നു പോയത് എന്നും ആ വയസ്സിലാണ് സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് എന്നുമൊക്കെ ഖുർആനിൻ്റെ ഒരു സിറാണ്. അത് കഴിഞ്ഞിട്ടാണ് ദാലിക ഈസ ഇബ്നു മറിയം. ഇത് പറഞ്ഞപ്പോൾ നജാഷി രാജാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുമ്പിലുള്ള മുഴുവൻ ആളുകളും കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, the difference between us and you is not greater than this line. ഒരു വരങ്ങനെ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ വരയേക്കാളും വലുതൊന്നുമല്ല, നമ്മളും നിങ്ങളും വിശ്വസിക്കുന്നത് ഒന്നു തന്നെ എന്ന് പറഞ്ഞ് പുണ്യ നബിയിൽ വിശ്വസിച്ചു ആ മനുഷ്യൻ. അദ്ദേഹം രാജാവാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു അദ്ദേഹം, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി തങ്ങൾക്ക് വരുന്ന റെവലേഷൻ, വരുന്ന വഹ്യ്, ഈസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ വഹ്യും രണ്ടും ഒരു പ്രകാശത്തിൻ്റെ സോഴ്സിൽ നിന്നാണ്. അപ്പോഴാണ് മുസ്ലിമീങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയ അംർ ഇബ്നുൽ ആസ്, ഒരിക്കൽ മുമ്പ് പോയ ആളാണ്, ലഭ്യരായിട്ട് തിരിച്ചു പോരുന്നത്. രണ്ടാമത് രാജാവിൻ്റെ അടുത്ത് അഭയം പ്രാപിക്കാൻ വേണ്ടി ചെന്നു എന്ന് മാത്രമല്ല, അംർ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന പുണ്യനബിയുടെ സ്വഹാബിയെ ഒന്ന് കൊല്ലാൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ രാജാവ് കൊടുത്ത മറുപടിയാണ്, അതസ്അലുനി അൻ ഉഅ്തിയക റസൂല റജുലിൻ യതീഹി നാമൂസുൽ അക്ബർ. നാമൂസുൽ അക്ബർ എന്ന് പറയുന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കസിൻ ഇബ്നു അം, അന്ന് ഹിറാ ഗുഹയിൽ നിന്ന് നബി തങ്ങൾക്ക് ഇഖ്റ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തതും കെട്ടിപ്പിടിച്ചതും ആലിംഗനം ചെയ്തതും അത് കണ്ട് പേടിച്ചതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ സമയം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ഖദീജ ബീവിയുടെ അമ്മാവന്റെ മോൻ്റെ അടുത്ത് കൊണ്ടുപോയി
വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞ വാക്കും ഇതുതന്നെയാണ്. ജാഅകൻ നാമൂസുൽ അക്ബർ, ആ വലിയ മാലാഖ, ദ ഗ്രേറ്റ് ഏഞ്ചൽ, ആർക്കേഞ്ചൽ ഗബ്രിയേൽ, ജിബ്രീൽ അലൈഹിസ്സലാം, ആ നബിയാണ്, ആ ഒരു പ്രവാചകൻ, ആ ഒരു വഹയുമായി വരുന്ന ദൂതനാണ്, മാലാഖയാണ് നബിയെ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അൻത റസൂലു ഹാദിഹിൽ ഉമ്മ, യു ഷാൽ ബി ദ മെസ്സഞ്ചർ ഓഫ് ദിസ് വേൾഡ്. ഇത് നബി തങ്ങളോട് അന്ന് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നജാഷി രാജാവ് അംറു ഇബ്നുൽ ആസിനോട് പറയാണ്, അതസ്അലുനി അൻ നുഅതിയക റസൂല റജുലിൻ യഅതീഹി നാമൂസുൽ അക്ബർ അല്ലദീ കാന യഅതീ മൂസ. മൂസ നബിയുടെ മുമ്പിലേക്ക് വരുമായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മാലാഖ, ദിനേന വന്ന് വഹ്യ് കൊടുക്കുന്ന ഒരു പുണ്യപ്രവാചകന്റെ ദൂതനായ അംർ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന മനുഷ്യനെ ലിതഖ്തുലഹു, കൊല്ലണം എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കുകയാണോ? അംർ ഇബ്നുൽ ആസ് എന്ന് ചോദിച്ചു, യാ അയ്യുഹൽ മലിക് അഹകദാ ഹുവ, രാജാവേ നിങ്ങൾ പറയുന്ന പോലെ ഒരു സത്യപ്രവാചകനാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. രാജാവ് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അംറുൽ ആസ് എന്നവർക്ക് വിശ്വസിക്കാൻ പറ്റി, അത് ശരിക്കുള്ള പ്രവാചകൻ തന്നെയാണോ? വൈഹക യാ അംർ അത്ഉനി വത്തബി, അംറേ നിനക്ക് നാശം, ഞാൻ പറയുന്നത് കേട്ടോളൂ, ആ പ്രവാചകനെ പോയി പിന്തുടർന്നോ. ഫഇന്നഹു വല്ലാഹ് ലഅല്ലഹുൽ ഹഖ്, അവരാണ് സത്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. വലയദ്ഹറൻ അലാ മൻ ഖാലഫ കമാ ദഹറ മൂസ അലാ ഫിർഔന വഖൗമി. മൂസ നബിയുടെ കാലം, മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോടും ഫറോവയുടെ ആളുകളോടും പടപൊരുതി ജയിച്ച പോലെ മക്കക്കാരായ ഖുറൈശികളെ നിങ്ങളോട് മുഴുവനും അതിജയിച്ച് ഈ പ്രവാചകന്റെ ദീൻ ലോകവ്യാപിയായി സർവകാല വിജയിയായി അതിജീവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ പ്രവാചകനോട് വിശ്വസിച്ചോളൂ എന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട്, അന്ന് അദ്ദേഹം മുസ്ലിമല്ല, നജാഷി രാജാവാണ് പറയുന്നത്. ആ സമയം അംർ ഇബ്നുൽ ആസ് എന്നവർ പറഞ്ഞു, ഫബായിഅനി ലഹു അലൽ ഇസ്ലാം, നജാഷി രാജാവേ നിങ്ങൾ മുസ്ലിമാണല്ലേ, എന്നാൽ നിങ്ങളുടെ കൈപിടിച്ച് ഞാൻ ആ പ്രവാചകന് വേണ്ടി ബൈഅത്ത് ചെയ്തോട്ടെ, നിങ്ങളൊന്ന് കൈ നീട്ടിത്തരുമോ? നബിക്ക് വേണ്ടി നിങ്ങൾ പ്രതിനിധിയാവണം, ഞാൻ അങ്ങയുടെ കയ്യിൽ കൈവെക്കാം, ഇത് നബിയുടെ കയ്യിൽ ഞാൻ കൈവെക്കുന്ന പോലെയാണ്. ശരിക്കും റസൂലുള്ളാഹിനെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ, ഞാനിവിടെ എത്യോപ്യയിലല്ലേ, അതുകൊണ്ട് മുസ്ലിമായ രാജാവേ നിങ്ങൾ എനിക്ക് കൈ നീട്ടിത്തരണം. ഫബസത യദഹു വബായഅതുഹു അലൽ ഇസ്ലാം, അങ്ങനെ ഞാൻ മുസ്ലിമാവുകയാണ് എന്ന് പറഞ്ഞ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ തന്നെ നജാഷി രാജാവിന്റെ മുമ്പിൽ എത്യോപ്യയിൽ വെച്ച് കലിമ ചൊല്ലി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. നോക്കണം, സത്യത്തിന്റെ വിളംബരം എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്. ബദറിൽ ഹബീബിന്റെ നേർക്കുനേർ യുദ്ധം ചെയ്ത ആളാണിത്. ഉഹുദിൽ ഹബീബിന്റെ ശത്രുവാണ്, ഖന്തഖിൽ ശത്രുവാണ്. എന്നിട്ട് ഹബീബായ നബിയുടെ നൂറുകണക്കിന് മുഅ്ജിസത്തുകൾ കണ്ണിലൂടെ കണ്ട ഒരു മനുഷ്യൻ, അവിടെയൊന്നും വിശ്വസിക്കാനുള്ള തൗഫീഖ് ഉണ്ടായില്ല. എന്നിട്ട് ഇതേ ആശയം 1000-ലേറെ കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന നജാഷി രാജാവിന്റെ നാട്ടിൽ നിന്ന് അയാൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിലേക്ക് ഈമാനിന്റെ വെളിച്ചം കയറുന്നത്. അങ്ങനെയുണ്ട് എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ UK-യിലേക്കും USA-യിലേക്കും കാനഡയിലേക്കും പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ. നമ്മൾ വിചാരിക്കും അവരവിടെ അടിച്ചു പൊളിച്ച് മോശമായിട്ടായിരിക്കും തിരിച്ചു വരാൻ. അവിടെ എത്തിയിട്ട് നല്ല താടിയും തൊപ്പിയൊക്കെ വെച്ച് നല്ല അദബുള്ള നല്ല മക്കളായി ഈമാനും തഖ്വയുമുള്ളവരായി തിരിച്ചു പോരുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ കുട്ടികളുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ പോകുന്നു, വിചാരിക്കും അവിടെ പോയാൽ ആകെ കിടന്നു പോകുന്നു. ഇങ്ങനെയൊന്നുമല്ല, അവിടെയും നല്ല ദീനുണ്ട്, നല്ല നല്ല ഇസ്ലാമിക് സെൻ്ററുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കിവിടെ ഇഷ്ടംപോലെ ഉള്ളൂ, നമുക്കിതിൻ്റെ വില അറിയില്ല, പിന്നെ നമുക്ക് തമ്മിൽ തല്ലാനേ നേരമുള്ളൂ. അവിടെ ആ ഉള്ളതിൻ്റെ മൂല്യവർക്കറിയും. അതുകൊണ്ട് ഇസ്ലാം നെഞ്ചിലേറ്റുകയാണ് അവർ. എത്ര ആളുകളാണ് ദീനിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. യാ അല്ലാഹ്, ഭയങ്കരമാണ്. അവിടെ ചെന്നിട്ട് നന്നായിട്ട് പോരുന്നുണ്ട്. UAE-യിലെ ഒരു വലിയ ഒരു സ്പോർട്സ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഞങ്ങൾ പേരൊന്നും ഞാൻ പറയില്ല, കോൺഫിഡൻഷ്യൽ വിഷയങ്ങളായതിൻ്റെ പേരിൽ. അന്ന് അദ്ദേഹം തൻ്റെ മകനെ UK-യിലേക്ക് മാഞ്ചസ്റ്ററിലേക്ക് പറഞ്ഞയച്ചതാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിക്കാനും അവിടെ ചെന്നിട്ട് നല്ലൊരു ഫുട്ബോൾ പ്ലെയറായിട്ട് തിരിച്ചു വരാനും വേണ്ടി പറഞ്ഞയച്ചതാണ് മോനെ.
മൂപ്പർക്ക് അങ്ങനെ വലിയൊരു ഈമാനം തോന്നിയില്ല. മോൻ പോയി പഠിക്കട്ടെ, UK പോയി പഠിക്കട്ടെ. അങ്ങനെ അദ്ദേഹം ലണ്ടനിലെത്തി, മാഞ്ചസ്റ്ററിൽ ചേർന്നു. മാഞ്ചസ്റ്റർ ക്ലബിന് വേണ്ടി അതിനുവേണ്ടി ട്രെയിനിങ് തുടങ്ങി. ആ മകൻ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വാപ്പ വിചാരിച്ച പോലെ ഫുട്ബോൾ കളിക്കാരനായിട്ടല്ല. അദ്ദേഹം നല്ല തലപ്പാവ് വെച്ച്, താടി വെച്ച്, ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കി നല്ലൊരു പണ്ഡിതനായിട്ടാണ് അവിടെ തിരിച്ചു വന്നത്. ഇന്ന് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പള്ളിയുണ്ട്. തറാവീഹിനൊക്കെ ആൾക്കാർ അവിടെ തിങ്ങിക്കൂടാണ്. അദ്ദേഹം നടത്തുന്ന ദീനീ സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്. ഈ മകൻ സ്പോർട്സ് മന്ത്രിയുടെ മകനാ. പോയത് ഒരു കാര്യത്തിനാണ്, തിരിച്ചു വന്നത് വല്ലാത്ത മാറ്റത്തിലാണ്. അങ്ങനെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലതുണ്ട്, നമുക്കതിൻ്റെ വില അറിയില്ല. നാട് വിട്ടു പോകുമ്പോഴേക്കും വില മനസ്സിലാവുക. അംറു ബിൻ അസ് റളിയല്ലാഹു അൻഹു മക്കയിലും മദീനത്തും ജീവിച്ച ആളാണ്. പക്ഷേ അന്നൊന്നും അദ്ദേഹത്തിന് മുസ്ലിം ആവാൻ തോന്നിയില്ല. അംറു ബിൻ അസ് എന്നവർ ഇസ്ലാമിനെ കേൾക്കുന്നത് പിന്നെ നജാഷി രാജാവിൻ്റെ എത്യോപ്യയില, ആഫ്രിക്കൻ്റെ ഉള്ളിൽ അവിടുന്ന് കലിമ ചൊല്ലി. നോക്കണം, ഹിദായത്തിൻ്റെ പ്രകാശം എപ്പോഴാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഖൽബിലേക്ക് കടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയേ, ഹിദായത്തിൻ്റെ വെളിച്ചം നൽകുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു ഇടപെടലാണ്, റബ്ബിൻ്റെ ഇടപെടലാണ്. അംറു ബിൻ അസ് റളിയല്ലാഹു അൻഹു എത്യോപ്യയിൽ നിന്ന് ഹബീബിനെ കാണാൻ വേണ്ടി, മദീനയെ കാണാൻ വേണ്ടി പുണ്യനബി തങ്ങളെ കൈപിടിച്ച് ഇസ്ലാം സ്വീകരിച്ച വിവരം നബിയെ അറിയിക്കാൻ വേണ്ടി ആകാംക്ഷയോടുകൂടെ എത്യോപ്യയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയാകുന്നു അംറു ബിൻ അസ് റളിയല്ലാഹു അൻഹു. മദീനയിലേക്ക് യാത്ര പോകുന്ന വഴി ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു മക്ക മദീനക്ക് ഇടയിലുള്ള ഒരു യാത്രയിൽ വെച്ച് തൻ്റെ കൂട്ടുകാരനെ കണ്ടുമുട്ടി. നേരത്തെ പറഞ്ഞ ഖാലിദ് എന്നവര് 4 ദിവസം നബി മക്കത്ത് വരുന്നു കണ്ട കണ്ണ് കടികൊണ്ട് അവിടെ നിന്ന് രാജ്യം വിട്ട ആളാണ്. ഞാൻ ആ നാട്ടിൽ നിൽക്കൂല, എനിക്ക് കാണാൻ പറ്റൂല, അസൂയ കൊണ്ട് അല്ല, അപ്പം എന്ത് ചെയ്യും? ആ മനുഷ്യൻ പുണ്യനബി തങ്ങളുടെ ഒരു വാക്കാണ്, ലൗ അന്ന ഖാലിദൻ അതാനാ ലനുക്രിമന്ന. ഖാലിദെങ്ങാനും വലീദേ എൻ്റെ അരികത്തേക്ക് വരികയാണെങ്കിൽ ഖാലിദിനെ ഞാൻ ആദരവും ബഹുമാനവും കൊടുത്ത് സ്വീകരിക്കും. ആരെ സ്വീകരിക്കുന്ന ഈ പറയണത്? പച്ച മുശ്രിക്കായിരുന്ന ഖാലിദ് എന്നവരെ അള്ളാഹു ഹബീബിനെ തോന്നിപ്പിച്ചു കൊടുത്തതാണത്. ഈമാനിൻ്റെ വെളിച്ചം ആ മഹാന്റെ ഖൽബിലേക്ക് വരും. സൈഫുല്ലാഹിൽ മസ്ലൂൽ, അള്ളാഹുവിൻ്റെ വാള് എന്ന് നബി തങ്ങൾ പറഞ്ഞു. അങ്ങനത്തെ മഹാനായി മാറിയില്ലേ ഈ ഖാലിദ് എന്നവര്? നബി തങ്ങളുടെ ഒരൊറ്റ വാക്കാണ്. നേരെ മറിച്ച് ഖാലിദ് എന്നവർ പോയല്ലേ, ഞാൻ പിന്നെ പൊരുത്തപ്പെട്ടു കൊടുക്കൂല, അല്ലെങ്കിൽ എൻ്റെ എല്ലാ ശാപം ഉണ്ടാവട്ടെ, അവൻ എന്നെ കാണാതെ പോയില്ലേ എന്നൊന്നും ശാപവും കുരുത്തക്കേടൊന്നും നബി തങ്ങൾ കൊടുത്തില്ല. തങ്ങൾ എന്താ പറഞ്ഞത്? ആയിക്കോട്ടെ, എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അവനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അനുജനോട് പറഞ്ഞതാ. അനുജനത് ജ്യേഷ്ഠനോട് പറഞ്ഞു, ഖാലിദ് എന്നവരോട്. പിന്നെ ഖാലിദ് എന്നവർക്ക് നിൽക്കാൻ പറ്റിയില്ല, ഹബീബിനെ കാണണം. മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദ് എന്നവരെ കണ്ടപ്പോ അംറു ബിൻ അസ് എന്നവർ ചോദിച്ചു, ഇലാ ഐന യാ അബാ സുലൈമാൻ. ഖാലിദ് എന്നവർ അബൂ സുലൈമാൻ എന്നാ വിളിക്കാം. ഇലാ ഐന യാ അബാ സുലൈമാൻ, ഖാലിദേ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? പറഞ്ഞു, ഖറജ്തു ആമിദൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഉസ്ലിം. ഞാൻ മുസ്ലിം ആവാൻ വേണ്ടി ഹബീബിനെ കാണാൻ പോവുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.